ഹായ് എവരിവൺ, ഐ എം ടീന സുധീർ. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫുഡാണ്, പക്ഷേ ആരും തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുമില്ല ആഹാരത്തിൽ. വളരെ മടിയാണ് അത് കഴിക്കാനായിട്ട്. അങ്ങനെയുള്ള ഒരു ആഹാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ തൈര്, കേട്. കേട് വളരെയധികം ബെനിഫിഷ്യലാണ് നമ്മുടെ ആരോഗ്യത്തിന്. ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പ്രൊബയോട്ടിക്സ് നന്നായിട്ടുണ്ട്. നല്ല ബാക്ടീരിയാസ്, അത് നമ്മുടെ വയറിൻ്റെ ഹെൽത്തിന്, അതുപോലെ ഇൻഡൈജഷൻ ഉള്ളവരൊക്കെ ഉണ്ടാവല്ലോ, ദഹനക്കേട് എപ്പോഴും ഉള്ളവരുണ്ടാവും. പിന്നെ അതുപോലെ ചിലർക്ക് എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഈ അസിഡിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ പുളിച്ച് കിട്ടുന്ന പോലെ വരല്, ഇങ്ങനെയുള്ള ട്രബിൾസ് ഒക്കെ ഉള്ളവർ ഒരുപാടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട് ഈ തൈര് ഡെയിലി യൂസ് ചെയ്യുന്നത്. ഇപ്പം അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, എനിക്ക് ഇൻഡൈജഷൻ ഒന്നും ഇല്ല, അതുപോലെ അസിഡിറ്റി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും ഡെയിലി ഫുഡിൻ്റെ കൂടെ ഒരു കപ്പ്, ഒരു ചെറിയ ബൗൾ തൈര് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. എന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് കുറച്ചുകൂടെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള യൂസ് ചെയ്യാം, അതിനൊന്നും പ്രോബ്ലം ഇല്ല. പുളിയില്ലാത്ത തൈരിനെക്കാട്ടിയും അല്പം പുളിച്ച തൈര് തന്നെയാണ് കേട്ടോ എപ്പോഴും നല്ലത്. എന്നാലേ പ്രൊബയോട്ടിക്സ് ബാക്ടീരിയാസ് ഒക്കെ അതിൽ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. ആയുർവേദമൊക്കെ പറയുന്നുണ്ട് വിരുദ്ധാഹാരം എന്ന്, അതായത് തൈരും മീനും കൂട്ടി യൂസ് ചെയ്യരുത്. ഇതൊക്കെ ഓരോരുത്തരുടെ താല്പര്യപ്രകാരം ചെയ്യാവുന്നതാണ്. എന്തായാലും ഉച്ചക്കത്തെ ഫുഡിന്, ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഒരു കപ്പ് തൈര് നിങ്ങൾ വെറുതെ കുടിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ തൈര് എല്ലാവർക്കും യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് പാലിൻ്റെയൊക്കെ അലർജി ഉണ്ടാവും, ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് കൂടെ തൈര് യൂസ് ചെയ്യാവുന്നതാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഡയബറ്റീസ് ഉള്ളവർ ഇടയ്ക്ക് പാനീയങ്ങൾ ചോദിക്കും, അപ്പോൾ അവർക്ക് ഫ്രൂട്ട് ജ്യൂസ് ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ, കരിക്കും വെള്ളമൊന്നും പാടില്ല. ഡയബറ്റീസ് ഉള്ളവർക്ക് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പ്രത്യേകം പറയുന്നതാണ് മോരും വെള്ളം കുടിക്കാനായിട്ട്. മോരും വെള്ളം ആകുമ്പോൾ വളരെ നല്ലതായിരിക്കും. ഇഞ്ചി, കറിവേപ്പില, പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയല്ലോ. അത് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും കഴിക്കാം കേട്ടോ, ഡയബറ്റീസ് ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും കുടിക്കാം. മോരും വെള്ളമൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ഇങ്ങനെ നമുക്ക് ഏത് ഡിസീസ് ഉള്ളവർക്കാണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല തൈര് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു സൂപ്പർ ഫുഡ് നിങ്ങളുടെ വീട്ടിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൂപ്പർ ഫുഡ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഇത്രയധികം ബെനിഫിറ്റ്സ് ഉള്ള ആഹാര സാധനം വേറെ ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എല്ലാവരും നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ തൈര് ഇനി മുതലെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.